ഒട്ടും തൃപ്തികരമല്ല. ഈ നടപടി തെരഞ്ഞെടുപ്പിന് മുമ്പായി സ്വന്തം പ്രദേശത്തു നിന്നും ഓഫീസർമാരെയും ഉദ്യോഗസ്ഥരെയും മാറ്റുന്ന ഒരു കോമൺ പ്രൊസീജിയറിൻ്റെ ഭാഗമായിട്ട് മാത്രമാണ്. ഇത് ഷാഫി പറമ്പിലിന് നേരെയുണ്ടായ അതിക്രമണത്തിൻ്റെ പേരിലാണ് മാറ്റിയെന്ന് ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് UDFൻ്റെയും കോൺഗ്രസിൻ്റെയും കണ്ണിൽ പുഴയാൻ വേണ്ടി മാത്രമാണ്. ഈ നടപടി അതിൻ്റെ ഭാഗമല്ല, ഞങ്ങൾ തൃപ്തികരമല്ല. ഞങ്ങൾ പറഞ്ഞത് ഷാഫി പറമ്പിലിനെ ആക്രമിച്ച പോലീസുകാരൻ ആക്രമിക്കപ്പെട്ടു എന്നും പോലീസിൻ്റെ ഭാഗത്ത് അതിക്രമം ഉണ്ടായെന്നും SP പറഞ്ഞ ഉദ്യോഗസ്ഥൻ അതാരാണെന്ന് കണ്ടെത്തി അവർക്കെതിരെ നടപടി സ്വീകരിക്കണം. എന്നിട്ട് ഞങ്ങളെ പ്രക്ഷോഭം അവസാനിക്കുള്ളൂ. ഇന്നലെ ഞങ്ങൾ IGP കണ്ടിരുന്നു. 5 ദിവസം കൊണ്ട് ഈ കാര്യത്തിൽ കൃത്യമായ നടപടി അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. ഞങ്ങൾ 5 ദിവസം കാത്തിരിക്കുകയാണ്. അല്ല, ഞങ്ങളതിൽ പറഞ്ഞ ആ ആക്രമിച്ച ഉദ്യോഗസ്ഥനെ സസ്പെൻഡ് ചെയ്യണം, ആളെ കണ്ടെത്തണം, സസ്പെൻഡ് ചെയ്യണം. നേതൃത്വം കൊടുത്ത DSPമാരുണ്ട്, അവരതിൻ്റെ പേരിലാണ് ഞങ്ങൾക്ക് സ്വാഗതം ചെയ്യും. പക്ഷേ ഇത് അതിൻ്റെ പേരിലല്ല. ഈ ട്രാൻസ്ഫർ ഒരിക്കൽ പോലും ഷാഫി പറമ്പിലുണ്ടായ പോലീസ് അധികൃതരുടെ ഭാഗമായിട്ടല്ല. ഇത് ഇലക്ഷൻ പ്രൊസീജിയറിൻ്റെ ഭാഗമായിട്ടുള്ള കോമൺ ഒരു രീതി മാത്രമാണ്. പക്ഷേ ഈ കാര്യത്തിൽ ഞങ്ങൾ ആവർത്തിക്കുന്നു, ഷാഫി പറമ്പിലിനെ ആക്രമിച്ച ഉദ്യോഗസ്ഥനെ കണ്ടെത്തി അദ്ദേഹത്തെ സസ്പെൻഡ് ചെയ്യണം. അതാണ് കോൺഗ്രസും UDFും ആവശ്യം. ആ ആവശ്യം അംഗീകരിച്ച് കിട്ടുന്നതുവരെ ഞങ്ങൾ നേരത്തെ പ്രഖ്യാപിച്ച പ്രക്ഷോഭം മുന്നോട്ട് പോകും. IGPയുടെ വാക്കുകളിൽ ഞങ്ങൾ 5 ദിവസത്തേക്ക് വിശ്വാസം അർപ്പിക്കുന്നു. ഏതുമാവാം. അതായത് ഞാൻ ആവർത്തിച്ച് പറയുന്നു, ഈ നടപടി വരാത്തിടത്തോളം കാലം കോൺഗ്രസിൻ്റെയും UDFൻ്റെയും ശക്തമായ പ്രക്ഷോഭങ്ങൾ, നേരത്തെ പ്രഖ്യാപിച്ചതും അല്ലതുമായ പ്രക്ഷോഭങ്ങളും പ്രതിഷേധങ്ങൾക്കും ഞങ്ങൾ മുൻകൈ എടുക്കും.